പിന്തുണ നൽകിയ വേടനെ തൂക്കി. CJP സമരത്തിന് പിന്തുണ നൽകിയ വേടന്റെ പരിപാടിക്കെതിരെ FIR. 200ഓളം പേർക്കെതിരെ കേസെടുത്ത് പോലീസ്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ നടക്കുന്ന വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾക്ക് പിന്തുണ കൊച്ചിയിൽ പ്രഖ്യാപിച്ച പ്രതിഷേധ പരിപാടിക്കെതിരെ എറണാകുളം സൗത്ത് പോലീസ് കേസെടുത്തു. ബുധനാഴ്ച വൈകിട്ട് ഗായകൻ വേടൻ പരമ്പള്ളി നഗറിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സംഗീത പരിപാടിക്കെതിരെയാണ് പോലീസ് നടപടി സ്വീകരിക്കുന്നത്. അനുമതിയില്ലാതെ സംഘം ചേർന്നതിനും ഗതാഗതം തടസ്സം സൃഷ്ടിച്ചതിനുമാണ് നടപടി. വേടനെ കൂടാതെ ഫുട്ബോൾ താരം CK വിനീത്, റാപ്പർ ഗബ്രി, ഗായകൻ അലോഷി, KK ഷാഹിന, മനീഷ രാധാകൃഷ്ണൻ, എഴുത്തുകാരി നവമി തുടങ്ങിയവരും പരിപാടിയിലെത്തിയിരുന്നു. ആസാദി പാട്ടും പ്രതിഷേധവും നമ്മളും അവർക്കൊപ്പം എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. പോലീസിന്റെ മുൻകൂർ അനുമതിയില്ലാതെ ആൾക്കൂട്ടം സംഘടിപ്പിക്കുകയും പരിപാടി നടത്തുകയും ചെയ്തു എന്നതാണ് കേസിന് ആധാരമെന്ന് FIR-ൽ വ്യക്തമാക്കുന്നു. നിരവധി പേർ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു. ഇതുമൂലം വഴി തടസ്സപ്പെട്ടെന്ന് കാണിച്ചാണ് കേസ് എടുത്തിരിക്കുന്നത്. വേടന്റെ മാനേജർ 200ഓളം പേർക്കെതിരെയാണ് കേസ് എടുത്തിരിക്കുന്നത്. ഇതിൽ മാനേജറുടെ പേര് FIR-ൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും മറ്റുള്ളവരെ കണ്ടാൽ അറിയാവുന്നവർ എന്ന നിലയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഡൽഹിയിൽ വിദ്യാർത്ഥി പ്രക്ഷോഭം ശക്തമാകുന്ന സാഹചര്യത്തിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധ പരിപാടികൾ നടക്കുന്നുണ്ട്. പ്രതിഷേധത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലും സമരങ്ങളും പ്രതിഷേധ പരിപാടികളും നടക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായാണ് പരമ്പള്ളി നഗർ സെൻട്രൽ പാർക്കിന് സമീപം വേടന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗീത പരിപാടി സംഘടിപ്പിച്ചത്. മുൻകൂർ അനുമതി തേടുകയോ നോട്ടീസ് നൽകുകയോ ചെയ്യാതെയാണ് പരിപാടി സംഘടിപ്പിച്ചതെന്ന് പോലീസ് പറയുന്നു. അതേസമയം ആവശ്യങ്ങൾ അംഗീകരിക്കാതെ അനുനയത്തിന് വഴങ്ങില്ലെന്ന കടുത്ത നിലപാടിൽ കോൺഗ്രസും മറ്റ് പ്രതിപക്ഷ പാർട്ടികളും. മണ്ഡല പുനർനിർണയ ബിൽ പരാജയപ്പെട്ടതിന്റെ കേടുതീർക്കാൻ പ്രതിപക്ഷ പാർട്ടികളെ പിളർത്തി അംഗബലം കൂട്ടിയ NDA ഇപ്പോൾ സഭയിൽ കാഴ്ചക്കാർ മാത്രമാണ്. തുടർച്ചയായി 3-ാം ദിനവും പാർലമെന്റ് നടപടികൾ മുന്നോട്ട് പോയില്ല. ലോക്സഭാ സ്പീക്കറെ മുൻനിർത്തി കേന്ദ്രം നടത്തുന്ന അനുരഞ്ജന നീക്കം 3-ാം ദിവസവും പാളുന്നതായാണ് കണ്ടത്. സർക്കാർ വഴങ്ങാതെ പാർലമെന്റ് നടപടികൾ അനുവദിക്കില്ലെന്ന് കോൺഗ്രസ് ഉറപ്പിച്ചു പറയുന്നു. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ നിലനിർത്തിക്കൊണ്ട് ചർച്ചയ്ക്കില്ലെന്ന കടുത്ത നിലപാട് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സ്പീക്കറോട് ആവർത്തിച്ചു. പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിലെ കോൺഗ്രസിന്റെ പ്രതിഷേധ വേളയിൽ അനുനയ ചർച്ചയ്ക്ക് വന്ന കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗിനോടും രാഹുൽ ഇത് വ്യക്തമാക്കിയിരുന്നു. നീറ്റ് വിഷയത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ജിതേന്ദ്ര സിംഗ് പറഞ്ഞെങ്കിലും അയാളെ പുറത്താക്കുമെന്നാണ് രാഹുൽ ആവർത്തിച്ചു പറഞ്ഞത്. തുടർച്ചയായി സഭ മുടങ്ങുന്നതിനിടെ 3-ാം വട്ടമാണ് രാഹുൽ, KC വേണുഗോപാൽ, അഖിലേഷ് യാദവ് തുടങ്ങിയവർ ഇന്നലെ സ്പീക്കറെ കണ്ടത്. സർക്കാരിന്റെ അറിയിപ്പുകൾ കൈമാറുന്ന ദൂതൻ മാത്രമായാണ് സ്പീക്കർ പ്രവർത്തിക്കുന്നതെന്ന വിമർശനമാണ് പ്രതിപക്ഷത്തിന്. ആഭ്യന്തര മന്ത്രി അമിത് ഷാ ഇന്നലെ സ്പീക്കറുമായി കൂടിക്കാഴ്ച നടത്തി. ധർമ്മേന്ദ്ര പ്രധാനെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷവും നീറ്റ് വിഷയത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന് ആവശ്യപ്പെട്ട് ഭരണപക്ഷവും പാർലമെന്റ് കവാടത്തിൽ നടത്തിയ പ്രതിഷേധങ്ങൾ ഏറ്റുമുട്ടലിന്റെ വക്കിലെത്തി. മുഖത്തോട് മുഖം നോക്കി നിന്നായിരുന്നു ഇരു കൂട്ടരും പ്രതിഷേധിച്ചത്. പോർവിളി കടത്തോടെ അംഗങ്ങൾ പരസ്പരം പാഞ്ഞെടുത്തു. സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇടപെട്ട് ഇരു കൂട്ടരെയും 2 വശങ്ങളിലേക്ക് മാറ്റി. സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ, പ്രിയങ്ക ഗാന്ധി എന്നിവരാണ് പ്രതിപക്ഷ നിരയെ നയിച്ചത്. ഇന്ത്യയിലെ 2-ാം നിര നേതാക്കളാണ് ഭരണപക്ഷ പ്രതിഷേധത്തിന് ചുക്കാൻ പിടിച്ചത്. നീറ്റ് വിഷയത്തിൽ ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറായിട്ടും പ്രതിപക്ഷം ഓടി ഒളിക്കുകയാണെന്നാണ് ഭരണപക്ഷത്തിന്റെ വാദം. മന്ത്രി രാജിവെച്ച ശേഷം മാത്രം ചർച്ചയെന്നാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.